DMK മുന്നണിയെ പരാജയപ്പെടുത്തണമെങ്കിൽ അതിമാനുഷമായ ഒരു എഫേർട്ട് വേണ്ടി വരും. അത് ADMKയ്ക്കും അറിയാം, BJPക്കും അറിയാം. അത് മാത്രമല്ല, ഒരു ചെറിയ ആശയക്കുഴപ്പത്തിൻ്റെ പുറത്താണ് ഈ മുന്നണി ബന്ധം ഉപേക്ഷിച്ച് ADMK മാറിയത്. 1.5 വർഷം മുൻപ് ഈ അണ്ണാമലയുടെ ചില പ്രസ്താവനകൾ, പ്രത്യേകിച്ചും MGRനെ കുറിച്ചും ജയലളിതയെക്കുറിച്ചും അണ്ണാദുരയെക്കുറിച്ചും ഒക്കെയുള്ള ചില പ്രസ്താവനകൾ, പരാമർശങ്ങൾ ചിലർ ആലോചനമല്ല AIADMK അണികൾക്കുണ്ടാക്കിയത്. അതുകൊണ്ട് അണികളുടെ കൂടെ താല്പര്യം പരിഗണിച്ച് BJP ബാന്ധവം ADMKയ്ക്ക് ദോഷം ചെയ്യും എന്ന ഒരു ചിന്ത, അതിൽ നിന്നാണ് ഏകപക്ഷീയമായി മുന്നണി ബന്ധം ഉപേക്ഷിച്ച് ADMK വേറെ പോവുകയാണ്. അങ്ങനെ BJPക്ക് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നു. 2 കക്ഷികളും തകർന്ന് തരിപ്പണമായി. അതുമാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കതിരും പതിരും തെളിഞ്ഞു. ADMK മുഖ്യ പ്രതിപക്ഷ കക്ഷിയാണെങ്കിൽ പോലും ആ മുന്നണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 5-6 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPക്കും സഖ്യകക്ഷികൾക്കും 2ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു. കോയമ്പത്തൂർ മണ്ഡലത്തിൽ സാക്ഷാൽ BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തി കോയമ്പത്തൂർ. അതുപോലെ തൊട്ടടുത്ത മണ്ഡലത്തിൽ ഈ നീലഗിരി മണ്ഡലത്തിൽ മത്സരിച്ച് മുരുകൻ മുൻ കേന്ദ്രമന്ത്രി മുരുകൻ 2ാം സ്ഥാനത്തെത്തി. അതുപോലെ വേറെ തമിഴിസൈ സൗന്ദരരാജൻ മദ്രാസ് ചെന്നൈ സൗത്തിൽ മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തി. വേറെ 3-4 സ്ഥലങ്ങളിലും BJPയും സഖ്യകക്ഷികളും 2ാം സ്ഥാനത്തെത്തിയപ്പോൾ AIADMK അപകടം മണത്തു. അതുകൊണ്ട് അവർ ഒന്നിച്ചു ചേരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയായിരുന്നു.